ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പാസ്വേഡ് എല്ലാം നമ്മൾ മറന്നുപോയി എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ലോഗിൻ ചെയ്യാനെല്ലാം സാധിക്കുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ പാസ്വേഡ് എല്ലാം മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സൈൻ ഇൻ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ എൻ്റെ ഈ ഒരു ജിമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലുള്ള ഈ ഒരു ജിമെയിൽ ID ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡും കൂടി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല. അതിനാൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ എനിക്ക് രണ്ട് ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതായത് ഒന്ന് ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ് അറ്റ് ഈ ഒരു നമ്പറിൽ, അതായത് എൻ്റെ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഈ വെരിഫിക്കേഷൻ കോഡ് വരുന്നുണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ പാസ്വേഡ് എല്ലാം റീസെറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു മെത്തേഡ് അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്നും കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രൈ അനദർ വേ ടു സൈൻ ഇൻ എന്നതാണ്. ഇപ്രകാരം ട്രൈ അനദർ വേ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതായത് നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്കൊരു കോഡ് വരും. ഈ ഒരു കോഡ് ഇവിടെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ കോഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് നോക്കാം. ഇപ്രകാരം ഞാനിത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സൈൻ ഇൻ ലിങ്ക് വിൽ ബി സെൻഡ് ടു, അതായത് 48 മണിക്കൂറിനുള്ളിലായിട്ട് നമുക്ക് ഇങ്ങനെ സൈൻ ഇൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിങ്ക് ഈ ഒരു ജിമെയിൽ അഡ്രസ്സിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഗൂഗിൾ നീഡ് ടൈംസ് ടു വെരിഫൈ ഇറ്റ്സ് യു മേക്ക് ഇൻ ദിസ് റിക്വസ്റ്റ്, അതായത് നമ്മൾ തന്നെയാണ് ഇതിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതിന് ഗൂഗിളിന് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ടൈം എല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈൻ ഇൻ മെയിൽ ഇത് നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ കാണുന്നില്ല എങ്കിൽ നമ്മുടെ സ്പാം മെയിൽ കൂടി ചെക്ക് ചെയ്യാനെല്ലാമാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇത് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. എന്നാൽ ഇത് ഒരുപാട് ടൈം എല്ലാം കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മറ്റൊരു മെത്തേഡ്, അതായത് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ്, നിങ്ങൾ എപ്പോഴും ഒരു ജിമെയിൽ അഡ്രസ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിൽ ടാഗ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ടാഗ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസിയായി നിങ്ങളുടെ മറന്നുപോയ നിങ്ങളുടെ പാസ്വേഡ് എല്ലാം റീസെറ്റ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ വീണ്ടും ഫോർഗോട്ട് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഗെറ്റ് എ വെരിഫിക്കേഷൻ കോഡ് അറ്റ് മൊബൈൽ നമ്പർ എന്നതിൽ ഞാൻ ടാപ്പ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു വെരിഫിക്കേഷൻ മെസ്സേജ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇത് തെറ്റാതെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡീഷണൽ നമ്മുടെ ഒരു മെയിൽ ID അല്ലെങ്കിൽ നമ്മുടെ റിക്കവറി ID, ഇതിലേതെങ്കിലും ഒന്നിൽ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു മെയിലിലേക്ക് ഇതിലേക്ക് കൂടി ഒരു വെരിഫിക്കേഷൻ കോഡ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഗെറ്റ് എ വെരിഫിക്കേഷൻ കോഡ് അറ്റ് ഈ ഒരു മെയിൽ ID, ഇത് നിങ്ങളുടെ മൊബൈലിലെല്ലാം ഓപ്പൺ ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഈസിയായി ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് കൂടി ആക്സസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് എ കോഡ് ടു അനദർ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കപ്പിന് വേണ്ടി, അതായത് ഇങ്ങനെ പാസ്വേഡ് എല്ലാം റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സന്ദർഭത്തിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം വളരെ ഗുണം ചെയ്യും. എന്നാൽ ഞാൻ ഇവിടെ ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ IDയിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് കൂടി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇപ്രകാരം ഞാൻ ഇത് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. യു ക്യാൻ അപ്ഡേറ്റ് യുവർ പാസ്വേഡ് നൗ ഇഫ് യു ഫോർഗോട്ട് ഇറ്റ് എന്നാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ നമ്മുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനാൽ അപ്ഡേറ്റ് പാസ്വേഡ് എന്നതിൽ ഞാൻ ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു പുതിയ പാസ്വേഡ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ ഞാൻ ഇവിടെ ഒരു പാസ്വേഡ് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സേവ് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലെല്ലാം ഇത് സൈൻ ഇൻ ആയിട്ടുണ്ടാകും എന്നെല്ലാം കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ചേഞ്ച് പാസ്വേഡ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു പാസ്വേഡ് ഇപ്പോൾ ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്രകാരം നമ്മൾ പുതിയതായി കൊടുത്തിരിക്കുന്ന ഈ ഒരു പാസ്വേഡ് യൂസ് ചെയ്ത് ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അതായത് ഈ ഒരു പുതിയ പാസ്വേഡ് എല്ലാം യൂസ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഐഡിയിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്രകാരമാണ് നമ്മൾ ഈസി ആയി നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ പാസ്വേഡ്, അതായത് നമ്മുടെ ലോഗിൻ പാസ്വേഡ് എല്ലാം മറന്നു പോയാൽ ഇതെല്ലാം റീസെറ്റ് ചെയ്യാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്